Hi friends, welcome to Techispace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും നമ്മുടെ ചാനൽ പുതിയ പുതിയ ഗീവുകളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ M21ൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ലോക്ക്ഡൗണിന് മുമ്പ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നതാണ്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നീട് നമുക്ക് വീണ്ടും ഓർഡർ ചെയ്ത് കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് വളരെ ലേറ്റായിട്ട് ചെയ്യുന്നൊരു അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇപ്പോൾ ഓൾറെഡി സാംസങ് M21ൻ്റെ റിവ്യൂ ഒക്കെ ഒരുപാട് സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തതാണ്. എന്നാലും നമ്മളിപ്പം വൈകി എടുത്തതാണെങ്കിലും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഗെയിമിംഗ് ക്യാമറ റിവ്യൂ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം 13,000 രൂപ ബഡ്ജറ്റിലാണ് ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അൺബോക്സ് ചെയ്യാം. നമുക്ക് രണ്ട് കളർ വേരിയൻസിലാണ് സാംസങ് M21 അവൈലബിൾ ആയിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ മോഡൽസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ആമസോണിലാണ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് രണ്ട് റാം വേരിയൻറ്റിൽ നമുക്ക് സാംസങ് M21 അവൈലബിൾ ആണ്. 4GB റാം 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് മോഡലിന് 12,699 രൂപയാണ് വില വരുന്നത്. അതുപോലെ തന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള മോഡലിന് 14,999 രൂപയാണ് വരുന്നത്. നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സിൽ തന്നെയാണ് സാംസങ് M21 വരുന്നത്. ഒരു വൈറ്റ് ബോക്സ് ആണ്. ബോക്സിൻ്റെ സൈഡിൽ സാംസങ് M21 എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കൂടുതൽ സ്പെക്ക് ഡീറ്റെയിൽസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ സീല് പൊട്ടിച്ചിട്ട് ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. നമുക്ക് ബോക്സിൻ്റെ ഒപ്പം ടൈപ്പ് സി USB കണക്ടറും അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ ഒരു ചാർജർ ബ്രിക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും മറ്റ് ഡോക്യുമെൻറ്റേഷനും നമുക്ക് സാംസങ് M21 ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു മൊബൈൽ കേസ് നമുക്ക് സാംസങ് M21ൻ്റെ ബോക്സിനൊപ്പം നമുക്ക് കിട്ടുന്നില്ല. റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി ഗൈഡ്, അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോണിൻ്റെ ആ ഒരു ഡിസൈനും ലുക്ക് ആൻഡ് ഫീലൊക്കെ നമുക്ക് നോക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. എന്നിരുന്നാലും ആ ഒരുവിധം ക്വാളിറ്റിയുള്ള ഡിസൈൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്യാമറ പ്ലേസ്മെൻറ്റൊക്കെ നമുക്കൊരു യൂണിക് ഡിസൈൻ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. സാംസങ് M31ലും ഒക്കെ ഉള്ള പോലെ തന്നെ ഉള്ളൊരു ഡിസൈൻ തന്നെയാണ്. ക്യാമറ പ്ലേസ്മെൻറ്റും ആണെങ്കിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് താഴെ ഇയർഫോൺ ജാക്ക്, ചാർജിങ് പോർട്ട്, ഇയർഫോൺ, വോളിയം ബട്ടൺസൊക്കെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഓവറോൾ ഒരുവിധം ആവറേജ് ഡിസൈനാണ് നമുക്ക് സാംസങ് M21ൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിന് ഒരല്പം സമയം എടുക്കുന്നതാണ്. അങ്ങനെ ഫോൺ ഓണായി വന്നിരിക്കുകയാണ്. വളരെ കൂൾ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാർ വാല്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് സാർ വാല്യൂ 0.468 ആണ്. പൊതുവേ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് സാർ വാല്യൂ നല്ലൊരു സ്കോറാണ് നമ്മൾ കാണാറുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. സാംസങ്ങിൻ്റെ യൂസർ ഇൻ്റർഫേസ് സാംസങ്ങിൻ്റെ തന്നെ 1 UI ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ February 2020 ആണ് വരുന്നത്. നമുക്ക് സാംസങ് M21ൽ മാസീവ് ആയിട്ടുള്ളൊരു ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. 6000 mAhൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് സാംസങ് M21ൽ ലഭിക്കുന്നത്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 64GBയിൽ 15GB ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. 49GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ
മെമ്മറി ആവശ്യമുള്ളവർ എക്സ്പാൻഡബിൾ കാർഡ് സ്ലോട്ട് ഉപയോഗിച്ചിട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെയും ഫേസ് റെക്കഗ്നീഷൻ്റെ ഒക്കെ ഒരു റെസ്പോൺസീവ്നെസ് ഒന്ന് നോക്കാം. വളരെ സ്മൂത്തായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് സാംസങ് M21 വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് റെക്കഗ്നീഷൻ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് യാതൊരു ഇഷ്യൂ ഒന്നും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. സാംസങ് M21 ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ചേർന്നാണ് ട്രിപ്പിൾ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, പ്രോ മോഡ്, പനോരമ, പ്രോ മോഡ്, സൂപ്പർ സ്ലോ മോഷൻ, നൈറ്റ് മോഡ്, സ്ലോ മോഷൻ, ഹൈപ്പർ ലാബ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇൻബിൽറ്റ് ആപ്ലിക്കേഷനിൽ തന്നെ ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ള സെറ്റിങ്സിൽ കുറച്ച് സെറ്റിങ്സ് ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആയിരിക്കുന്നത്. എല്ലാം നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ലഭിക്കുന്നില്ല. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 4K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേസമയം നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 180p വീഡിയോ വരെയാണ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. 4K വീഡിയോ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. സാംസങ് M21 നമുക്ക് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ വരുന്നത്, ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ വരുന്നത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് സാംസങ് M21 വരുന്നത്. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ജസ്റ്റ് ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ക്യാമറ റിവ്യൂ, PUBG ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, മറ്റ് കമ്പാരിസൺ വീഡിയോസൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ആഴ്ചയും നടത്തുന്ന ഗീവുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.